നമ്മുടെ മലയാളികളെ കുടുകൂടാ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കലാകാരനാണ് നമ്മുടെ സലീം കുമാർ ചേട്ടൻ. അതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള നടന്മാർ നമ്മെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അത് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. കുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു. അതിനകത്ത് സലീം കുമാറിൻ്റെ മകൻ ചന്തു പൊട്ടിത്തെറിക്കുന്നവരെ നമ്മൾ കണ്ടു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം മറവ് ചെയ്യാനായിട്ടുള്ള ആ കർമ്മങ്ങൾ പോലും നടത്താൻ ഈ ഓൺലൈൻ മാധ്യമ വേട്ടാവളിയന്മാർ സമ്മതിക്കാത്തൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സലീം കുമാറിൻ്റെ മകൻ പൊട്ടിത്തെറിക്കുന്നത്. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല നടന്മാർ മരിക്കുമ്പോഴും പല സെലിബ്രിറ്റികൾ മരിക്കുമ്പോഴും പല ഉന്നതന്മാർ മരിക്കുമ്പോഴും ഇതുപോലുള്ള യൂട്യൂബർമാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമം ഇങ്ങനെ തള്ളിക്കയറും. അത് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിക്കുന്നത് പക്ക പോക്കൃത്തരം തന്നെ. അതിനകത്ത് ന്യായീകരണമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായപ്പോൾ നമ്മുടെ 24 ചാനൽ 1 മണിക്കൂർ യൂട്യൂബർമാരും ഈ ചെകുത്താൻ അതുപോലെ നമ്മുടെ ഈ ട്രൂ TV-യുടെ ഒരുത്തനുണ്ടല്ലോ, ഇവരെല്ലാവരും കൂടി ഇരുത്തിക്കൊണ്ട് ഒരു ചർച്ച 1 മണിക്കൂർ സലീം കുമാറിൻ്റെ കണ്ടന്റ് എടുത്തിട്ട് അങ്ങ് കീറി പാർട്ടായിട്ട് ഇപ്പോൾ അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ചെകുത്താനും ഈ ട്രൂ TV-യുടെ വ്യക്താവുമായിട്ട് നല്ല പൊരിഞ്ഞ അടിയായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ നടന്നത്. നമുക്കത് എന്താണെന്നൊന്ന് കേട്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം പറയാം. ഇവിടെ സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീം കുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞത്. ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? അതെ, ഞാൻ എന്റെ അപ്പനെ അമ്മയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാ വന്നാ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല. കിഴക്കടുത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട 2 പാർട്ടീസ്. അയാളുടെ ഫീലിംഗിലാണ് കാര്യം. കോമൺ സെൻസ് വീട്ടില് ഒരു കുഴപ്പമില്ലെന്ന് എവിടാണേലും കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് കണ്ടോ? ഇവിടെ ഇരുന്ന് കാണിച്ചുണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇത്രയും പേരും കേട്ടതല്ലേ ഞാൻ കാര്യം പറ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ക്യാമറ ആര് പറയും? അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ അറിയാം നിനക്ക്. ഓ നീ മൊത്തമായി നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. നീ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നീ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ലൈറ്റിലടിച്ചു വിടുന്നായി കാണുന്നേ. പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞ എന്തുവാ? അങ്ങനെയല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. അപ്പുകുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. ഒന്ന്, ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതില് മുഖ്യമന്ത്രി VD സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. അതല്ല ഉദ്ദേശം. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ? മരണാനന്തര ചടങ്ങാണോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അതിൽ ഇന്നലെ ക്ലാരിഫൈ ചെയ്യണോ ഒരാൾ പറഞ്ഞാൽ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീം കുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതായത് മനസ്സിലായി. അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു.
മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ ആണ്. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. കാറിൽ പോ. നമ്മുടെ സൂരജ് പാലാക്കാരൻ അവരുടെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചെകുത്താന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, എല്ലാവരും വിമർശിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാൽ നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് കൊടുത്ത പണി നിങ്ങൾ കേട്ടല്ലോ അല്ലേ? എല്ലാവരും എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ തന്നെ ഇവരുടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ മൊബൈൽ കൊടുത്തങ്ങ് വിട്ടിരിക്കുക. അത് കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഇപ്പം സോഷ്യൽ മീഡിയയിൽ മികച്ചു നിൽക്കുന്ന കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, 5 മില്യൺ 2 മില്യൺ ഒക്കെ ഉള്ള. ഈ ഒരു 5-8 പിള്ളേർക്ക് മൊബൈൽ കൊടുത്തിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇവരങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇവർ നിന്നുകൊണ്ടാണ് ഈ വീഡിയോസ് മൊത്തം എടുക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ തന്നെ. ഇപ്പം ഈ പറഞ്ഞവരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ ചാനലിനകത്തൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എല്ലാവരും മത്സരിച്ചാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത്. കാരണം ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നവനാണ് കേമൻ. കാരണം അവൻ്റെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് റീച്ച് കിട്ടും. അതുകൊണ്ട് ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ന്യൂസുകളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടിട്ട് പെരുമാറും. സത്യത്തിൽ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു നിയമ സംവിധാനം കൊണ്ടുവരണം. കാരണം ഇത്തരം ഈ മരണം അങ്ങനെയുള്ള ചടങ്ങുകൾ അതിനകത്ത് വന്നിരുന്ന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല. അതിന് അനുവദിക്കരുത്. അതിനിപ്പം മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഇപ്പം ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വലിയൊരു താരം മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് വാർത്ത ചെയ്യാം, ഇന്ന ആൾ മരണപ്പെട്ടു. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.